ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 18 × 12 ഈക്വൽ അല്ലാത്തത്. അപ്പോൾ നമുക്കറിയാം 18 × 12 ഈക്വൽ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഒരിക്കലും 18 × 2 + 18 × 1 എഴുതാൻ പറ്റില്ല. അത് ആഡ് ചെയ്താലും അതിൻ്റെ ഉത്തരത്തിന് സമമാവില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അല്ലാത്തത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടീച്ചർ 18 × 2 + 18 × 1 അല്ല, അത് കറക്റ്റ് ഓപ്ഷൻ അല്ല, അതിൻ്റെ ഉത്തരമല്ല. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യനിൽ ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. ആ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ 30 × 10 നമുക്കറിയാം 300 ആണ്. അതുപോലെ 6 × 10 60 ആണെന്നറിയാം. 30 × 7 210, 6 × 7 42. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 36 × 17ൻ്റെ ആൻസർ കിട്ടും. സോ 36 × 17 = 612. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് അതിൽ എ ക്വസ്റ്റ്യൻ 299 × 12. അത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 299 പകരം 300 - 1 × 12. അപ്പോൾ 300 × 12 3600. പിന്നെ -1 × 12 എന്നുള്ളത് നമുക്ക് -12 എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും ചെയ്യാവുന്നതാണ്. ആൻസർ എ ചെയ്തതുപോലെ തന്നെ ബിയും സിയും ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടാണ് നമുക്ക് വരിക. എക്സ്പാൻഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5ബിയിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 132 × 13 32 × 13 ഉള്ള ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ എക്സ്പാൻഡ് ചെയ്ത് തന്നത് നമ്മൾ ചുരുക്കി എഴുതണം. ഓക്കെ. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടേബിൾ ഫില്ല് ചെയ്യുക. മുകളിലുള്ളത് 117 ആണ്. സൈഡിലത്തെ നമ്പർ നമ്മൾ ഗസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് 5ബിയിലുള്ളത്. സോ നമ്മളെങ്ങനെ ചെയ്യുക? 132 × 13 എന്നുള്ളത് അതേപോലെ ആൻഡ് ഡിഫറൻസ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. ഇത് ചുരുക്കി എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ളത് ബ്രാക്കറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഇടാറ്. സോ 132 - 32 × 13. അപ്പോൾ 132 - 32 നമുക്കറിയാം 100 ആണ്. 100 × 13. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. അതിലത്തെ തന്നെ ബി ക്വസ്റ്റ്യൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സ് കിട്ടണമെങ്കിൽ 100ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ സൈഡിൽ വരുന്ന ഫസ്റ്റ് നമ്പർ 10 ആണ്. അതേപോലെ സെക്കൻഡ് റോയിൽ 70 ആൻസറിന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും സൈഡിൽ വരുന്ന നമ്പർ 10 ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ അതുപോലെ 2ൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഫസ്റ്റ് കോളത്തിലെ തേർഡ് ബോക്സ് 200 ആണെന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഏതാ വരാം? ആൻസർ നമുക്ക് മനസ്സിലായി. മുകളിൽ 117 ആണ്. സൈഡിലത്തെ നമ്പർ 10 + 10 20 + 2 22. സോ ദ ആൻസർ വിൽ ബി 117 × 22. ദറ്റ് ഈസ് സോ ദ ആൻസർ ഈസ് 2574 ആണ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ ആയില്ലേ? താങ്ക് യു.